ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ രണ്ടാമത്തെ യൂണിറ്റായ കളിയുടെ വേരുകളിലെ മൂന്നാമത്തെ പാഠഭാഗമാണ്. പാഠത്തിന്റെ പേരാണ് ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ. ഓക്കെ, ഇതിന്റെ ഫുൾ ചോദ്യവും ഉത്തരങ്ങളും നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ചെറിയൊരു പാഠമാണ്, നമുക്ക് വായിച്ചു നോക്കാം. മനം കുളിർക്കിയ നിറഭേദങ്ങൾ, മേളപ്പെരുക്കങ്ങൾ, ചക്രവാളത്തിൽ കുടമാറ്റം. ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ. ഞാൻ ആദ്യമായി ചവിട്ടുനാടകം കണ്ടത് എറണാകുളത്തെ TDM ഹാളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാറൽസ്മാൻ ചരിതത്തിലെ കുറച്ചു രംഗങ്ങൾ മാത്രമായിരുന്നു. അന്ന് പല എറണാകുളംകാരും ആദ്യമായി ചവിട്ടുനാടകം കണ്ടു. അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എൻ്റെ കണ്ണുകൾ കണ്ടു ശീലിച്ച കായൽപ്പരപ്പിന്റെ തുറസും അതിന്മേലുള്ള ശബ്ദ കോലാഹലത്തെയും ഓർമ്മിച്ചു. പാട്ടിന്റെ തമിഴ് കലർന്ന ഭാഷ എനിക്ക് മനസ്സിലായില്ല. കാർൽസ്മാന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് ബദ്ധശത്രുവായ അൽബിറാദിന്റെ മകൻ പെരംബ്രാസ് കരിങ്കല്ല് തലയണയായി ഉപയോഗിച്ച് 3 രാവും പകലും കാവൽ കിടന്ന് കാർൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടുനാടകം തുടങ്ങിയത്. കൊട്ടാരത്തെ കാർൽസ്മാന്റെ പാരികളിൽ പ്രധാനിയും ചക്രവർത്തിയുടെ സഹോദരി പുത്രനും അരുമയുമായ റോൾദാൻ ഒഴിച്ച് മറ്റാരും ഇല്ലായിരുന്നു. പെരംബ്രാസിന്റെ വെല്ലുവിളി കൂടുതൽ ഉച്ചത്തിലാകുന്നു. എന്നാൽ റോൾദാൻ ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഈ നിഷ്ക്രിയത്വം കാർൽസ്മാനെ ചൊടിപ്പിക്കുന്നു. ചക്രവർത്തി ചെങ്കോലെടുത്ത് റോൾദാന്റെ നെറ്റിക്ക് അടിക്കുന്നു. ചോര ചീറ്റുന്നു. റോൾദാൻ ദുരിന്താന എന്ന തന്റെ വാള് ഊരുന്നു. ഫ്രാൻസയുടെ ചക്രവർത്തി, ക്രിസ്തുമതത്തിന്റെ രക്ഷകൻ, റോൾദാന്റെ അമ്മയായ ബെർത്തയുടെ സഹോദരൻ കാർൽസ്മാൻ ദുരിന്താനക്ക് ഇരയാകുന്നതിനു മുമ്പ് പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുന്നു. പിന്നെ കാർൽസ്മാന്റെ ഉഗ്രകൽപ്പന, റോൾദാന്റെ തല വെട്ടുക. അന്ന് ആദ്യമായി ഫ്രാൻസിന്റെ സൈനികർ ചക്രവർത്തിയുടെ ശാസനം അനുസരിച്ചില്ല. റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു. നാടകം തുടങ്ങിയ ശേഷം അവസാന രംഗം കഴിഞ്ഞ് TDM ഹാളിലെ നീല കർട്ടൻ രണ്ടറ്റത്തു നിന്നും യാത്ര ചെയ്ത് നടുവിൽ സന്ധിക്കുന്നവരെ ഞാൻ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു. അമ്മ ചോദിച്ചു, കൊച്ചെന്താണ് എന്നെ അള്ളി പിടിക്കുന്നത്? അതിന് ഉത്തരം, എൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു. അതിനുശേഷം ഞാൻ വല്ലപ്പോഴേ ചവിട്ട് നാടകം കണ്ടിട്ടുള്ളൂ. NS മാധവൻ. ലണ്ടൻ ബത്തേരിയിലെ ലൂത്തിനിയകൾ എന്ന ഒരു രചനയിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം, ചുരുക്കി എഴുതാം. അതിന് ഉത്തരം, എൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു. ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായ ഒരു അനുഭവത്തിന്റെ സൂചനയാണല്ലോ. ജീവിതത്തിൽ ആദ്യമായി ചവിട്ടുനാടകം കണ്ട ജെസിക്ക എന്ന കഥാപാത്രത്തിന്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കി എഴുതുക. ഓണാഘോഷത്തിന്റെ ഭാഗമായി എറണാകുളം TDM ഹാളിൽ അവതരിപ്പിച്ച കാർൽസ്മാൻ ചരിതത്തിലെ കുറച്ചു രംഗങ്ങളായിരുന്നു ജെസിക്ക ആദ്യമായി കണ്ട ചവിട്ടുനാടകം. അന്ന് വരെ കടൽപ്പരപ്പിന്റെ തുറസും ശബ്ദകോലാഹലവും മാത്രം കണ്ടു ശീലിച്ച കണ്ണിന് അരങ്ങിൽ കണ്ട മഹാദൃശ്യം ഒരു പുതിയ ലോകമായിരുന്നു. നാടകത്തിലെ തമിഴ് കലർന്ന ഭാഷ ജെസിക്കയ്ക്ക് മനസ്സിലായില്ല. നാടകം ആരംഭിക്കുന്നത് കാർൽസ്മാന്റെ ശത്രുവായ അൽബിറാദിന്റെ മകൻ പെരംബ്രാസ് കൊട്ടാരത്തിന് പുറത്ത് കരിങ്കല്ല് തലയണയാക്കി 3 രാവും പകലും കാവൽ കിടന്ന് ചക്രവർത്തിയെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ്. അകത്ത് ചക്രവർത്തിയുടെ അരുമയായ സഹോദരി പുത്രൻ റോൾദാൻ വെല്ലുവിളി കേട്ടിട്ടും നിഷ്ക്രിയനായിരിക്കുന്നത് കാർൽസ്മാനെ ചൊടിപ്പിച്ചു. കോപിതനായ ചക്രവർത്തി ചെങ്കോലെടുത്ത് റോൾദാന്റെ നെറ്റിക്കടിക്കുകയും ചോര ചീറ്റുകയും ചെയ്തു. ഇതിൽ ക്ഷുഭിതനായ റോൾദാൻ തന്റെ വാളായ ദുരിന്താന ഊരി. ക്രിസ്തുമതത്തിന്റെ രക്ഷകനായ കാർൽസ്മാൻ റോൾദാന്റെ വാളിന് ഇരയാകേണ്ടി വരുമായിരുന്ന സന്ദർഭത്തിൽ പടയാളികൾ ചക്രവർത്തിയെ രക്ഷിച്ചു. തുടർന്ന് റോൾദാന്റെ തല വെട്ടാൻ ചക്രവർത്തി ഉത്തരവിട്ടെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട പടനായകനായതുകൊണ്ട് ഫ്രാൻസിലെ സൈനികർ ആദ്യമായി ആ ശാസനം അനുസരിക്കാതെ നിന്നു. ഈ തീവ്രമായ രംഗങ്ങൾ കണ്ട ജെസിക്ക ഭയം കൊണ്ടും ആവേശം കൊണ്ടും അമ്മയുടെ കൈകൾ മുറുകെ പിടിച്ചു. ഈ നാടകം കർട്ടൻ വീഴുന്നവരെ ഈ അവസ്ഥ തുടർന്നു. അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായി അന്ന് വരെയുള്ള തന്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട ശ്വാസം പുറത്തുവിട്ടുകൊണ്ട് ജെസിക്ക തന്റെ അഗാധമായ അനുഭവം പ്രകടിപ്പിച്ചു. ചവിട്ടു നാടകത്തിന്റെ ദൃശ്യവിസ്മയവും കഥാപാത്രങ്ങളുടെ വൈകാരിക സംഘർഷവും ഒരു കുട്ടിയുടെ മനസ്സിൽ സൃഷ്ടിച്ച ഞെട്ടലും ആവേശവുമാണ് ഈ ഉച്ഛ്വാസത്തിലൂടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് എഴുതാൻ താരതമ്യക്കുറിപ്പാണ്. ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ, കളിവിളക്കിൻ തിരുനാളം എന്നീ പാഠഭാഗങ്ങൾ വായിച്ചല്ലോ. കലാരൂപങ്ങൾ കാണാൻ പോയ കുട്ടികളുടെ അനുഭവങ്ങളാണ് 2 രചനകളിലും ഉള്ളത്. നോവൽ ഭാഗത്തിലെ കുട്ടികളുടെയും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും അനുഭവങ്ങൾ സമാന സ്വഭാവം ഉള്ളതാണോ? ചർച്ച ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 2 പാഠഭാഗങ്ങളിലെയും അവരുടെ അനുഭവങ്ങൾ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ അനുഭവ വിവരണത്തിൽ കഥകളി പ്രകടനവും അത് കുട്ടിയായ തന്നിലുണ്ടാക്കിയ അത്ഭുതവും ഭയവുമാണ് പ്രധാനമായും കടന്നു വരുന്നത്. കളിക്കിടെ രാമൻകുട്ടി നായരും കൂട്ടുകാരും പേടിച്ചോടി കുഴിയിൽ വീഴുന്ന രംഗം കുട്ടിക്കാലത്തിന്റെ കൗതുകവും ഭീതിയും രസവും എല്ലാം ഒത്തുചേർന്ന നിമിഷമായിരുന്നു. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകളിലെ ജസീക്കയും സമാനമായ തീവ്രമായ ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. കാർലസ്മാൻ ചരിതം എന്ന ചവിട്ടുനാടകത്തിലെ അഭിനേതാക്കളുടെ പ്രകടനം കണ്ട് ജസീക്ക ഭയന്നു പോകുന്നു. നാടകം തീരുന്നത് വരെ അവൾ അമ്മയെ മുറുകി പിടിക്കുന്നതിൽ നിന്ന് ആ പ്രകടനത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനം വ്യക്തമാണ്. കഥകളിലെയും ചവിട്ടുനാടകത്തിലെയും ചില ഭാഗങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഈ ഭാവഭേദങ്ങൾ, അത്ഭുതം, ഭയം അതിലെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനത്തെയാണ് എടുത്തു കാണിക്കുന്നത്. എങ്കിലും ഈ രണ്ട് അനുഭവങ്ങൾ സൃഷ്ടിച്ച ഫലം വ്യത്യാസമായിരുന്നു. രാമൻകുട്ടി നായർ കഥകളി കണ്ട ആഘാതം ആ കലാരൂപത്തോടുള്ള തീവ്രമായ താല്പര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പിൽക്കാലത്ത് അദ്ദേഹം ലോകോത്തരനായ കഥകളി നടനായി മാറി. എന്നാൽ ജസീക്ക ചവിട്ടുനാടകം ഇടയ്ക്ക് മാത്രം കാണുന്ന ഒരു കാഴ്ചക്കാരിയായി ഒതുങ്ങി. ഇത് ആ കലാരൂപത്തോടുള്ള അവളുടെ താല്പര്യം ആഴത്തിൽ വേരൂന്നാതെ പോകുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ചവിട്ടുനാടകം കണ്ട ജസീക്ക ആ രംഗങ്ങളുടെ നെറ്റലിൽ വിസ്മയം പൂണ്ടു നിന്നു. എന്നാൽ കഥകളി കണ്ട രാമൻകുട്ടി നായർ കണ്ട കലാരൂപത്തോട് ആകൃഷ്ടനായി പിൽക്കാല ജീവിതം അതിനായി സമർപ്പിക്കാൻ ആഗ്രഹിച്ചു. ചുരുക്കത്തിൽ, ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു കലാരൂപം ഉണ്ടാക്കുന്ന അഗാധമായ സ്വാധീനത്തെയാണ് രണ്ട് പാഠഭാഗങ്ങളും സമാനമായി അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. റീൽസ് തയ്യാറാക്കാം. കേരളത്തിന്റെ വിവിധ കലകളുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് റീൽസ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ റീൽസ് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റീൽസ് തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ: കലാരൂപത്തിന്റെ ദൃശ്യങ്ങൾ വേണം. ഏതൊക്കെ ദൃശ്യങ്ങളാവാം? കഥകളി ആവാം, മോഹിനിയാട്ടം, തെയ്യം, ചവിട്ടുനാടകം, കൂടിയാട്ടം, കളരിപ്പയറ്റ് തുടങ്ങിയവയുടെ മികച്ച ശകലങ്ങൾ ഉപയോഗിക്കാം. പിന്നെ പശ്ചാത്തല സംഗീതം വേണം. ഈ കലാരൂപത്തിന് അനുയോജ്യമായ സംഗീതം അല്ലെങ്കിൽ താളങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമത്തേത് ചുരുങ്ങിയ വിവരണം. ഓരോ കലാരൂപത്തിൻ്റെയും പേര്, പ്രാധാന്യം എന്നിവ സ്ക്രീനിൽ എഴുതി കാണിക്കുക. ഉദാഹരണത്തിന് തെയ്യത്തിൻ്റെ ദൃശ്യം കാണിക്കുമ്പോൾ തെയ്യം വടക്കൻ കേരളത്തിൻ്റെ അനുഷ്ഠാന കല എന്നൊക്കെ പ്രദർശിപ്പിക്കുക. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യമാണുള്ളത്. എന്താണ്? ബ്രോഷർ തയ്യാറാക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന കലാരൂപങ്ങളുടെ ചിത്രവും വിശദീകരണവും പരിശോധിക്കുക. ഇത്തരത്തിലുള്ള കേരളീയ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും ശേഖരിച്ച് ക്ലാസ് തലത്തിൽ ഒരു ബ്രോഷർ നിർമ്മിക്കുക. വെബ് ഡിസൈൻ ടൂളുകൾ ഇതിനായി പ്രയോജനപ്പെടുത്തുക. അപ്പം ബ്രോഷർ തയ്യാറാക്കാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്രോഷറിന് താഴെ പറയുന്ന പ്രധാന കലാരൂപങ്ങളുടെ ചിത്രങ്ങളും ചെറുവിവരണങ്ങളും ഉൾപ്പെടുത്താണ്. ഇപ്പോൾ കഥകളിയുടെ ഒരു ചിത്രം നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്ത് വെക്കുക. അതേപോലെ അതിനെപ്പറ്റി ചെറിയൊരു വിവരണം നൽകുക. രൂപത്തിനും സമയത്തിനും മുദ്രാഭാഷയിലും അതുല്യമായ കേരളത്തിന്റെ ശാസ്ത്രീയ നൃത്തരൂപം. മോഹിനിയാട്ടം ഹാസ്യഭാവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കേരളത്തിന്റെ തനതായ ശാസ്ത്രീയ നൃത്തം. തെയ്യം വടക്കൻ കേരളത്തെ കെട്ടിയാടുന്ന വർണ്ണശബളമായ ചമയങ്ങളും അനുഷ്ഠാനപരമായ ചടങ്ങുകളുള്ള കലകൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലണ്ടൻ ബത്തേരി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഇതിൽ അത്ര ചോദ്യങ്ങളൊന്നുമില്ല. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണല്ലോ. ഒന്ന് ചുരുക്കി എഴുതാനും ഒന്ന് താരതമ്യ കുറിപ്പ് തയ്യാറാക്കാനും. റീൽസും പോഷനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ തയ്യാറാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗവുമായി വീണ്ടും കാണാം. താങ്ക്